ഒക്ടോബർ 6-ന് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന വാങ്ചോക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കാം, ചർച്ച നടത്താമെന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചതാണ്, കേന്ദ്ര സർക്കാർ അറിയിച്ച കാര്യമാണ്. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഇതങ്ങ് വയലൻ്റ് ആവുകയാണ് ചെയ്തത്. അവിടെയാണ് സംശയം നിൽക്കുന്നത്. അവിടെ ഇത് പറഞ്ഞ പോലെ ഒന്ന് ഈ മാക്സസ് അവാർഡൊക്കെ ഇവർ ആളുകളെ പ്രൊമോട്ട് ചെയ്യുക എങ്ങനെയാണ് വിദേശ മാധ്യമങ്ങൾ. പ്രധാനമായിട്ട് നമ്മൾ നേപ്പാളിൽ ഈ പറഞ്ഞ വിവരം കെട്ടന്മാരുടെ വിപ്ലവം ഉണ്ടായല്ലോ, ഈ ചിന്തിക്കാത്ത പയ്യന്മാരുടെ. ഈ പറയുന്നതിൻ്റെ എല്ലാ വിപ്ലവങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ചിന്തിക്കാത്ത പയ്യന്മാരാണ് നമ്മൾ മുമ്പൊരിക്കലും വന്നത്. കുട്ടി കുരങ്ങന്മാരെ കൊണ്ടാണ് ചുടിയോധമായിരിക്കുക. അവന്മാർ അതിൽ ചിന്തിക്കില്ല. ആ ഏജിൻ്റെ ഒരു പ്രശ്നം അതാണ്. ഇന്നെന്ന പ്രശ്നങ്ങൾ അനീതിയാണ്. ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, നമുക്ക് പ്രതികരിക്കണം. മറ്റേ നമ്മളെ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, നമുക്ക് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞത്. OBC-ക്കാരെ അടിച്ചമർത്തും, നമുക്ക് പ്രതികരിക്കണം. ഈ പയ്യന്മാർ കൂടുതൽ ചിന്തിക്കില്ലല്ലോ. ഇവന്മാർക്ക് ചരിത്രബോധമില്ല, പക്ഷേ ഇത് ചോരത്തിളപ്പുണ്ട്. മനസ്സാഗ്രഹിക്കുന്നിടത്തേക്ക് ശരീരം എത്തും, അതൊരു ഇവന്മാർ ചാടിപ്പുറപ്പെടും. ഇതാണ് ജെൻസി വിപ്ലവം. ഇത് പുതിയ സംഭവം എന്നല്ല, അതെല്ലായിടത്തും വിപ്ലവം ഉണ്ടാക്കുന്നതല്ലേ. അതിൻ്റെ മുന്നണി പോരാളികളായിട്ട്, ബുദ്ധികാന്തമല്ല, മുന്നണി പോരാളികളായിട്ട് നിന്നിട്ടുള്ള ജെൻസിയനാണ് എല്ലാ സമയത്തും. ഈ യുവതലമുറയുടെ പൊട്ടിത്തെറിയാണ് കണ്ടതെന്നാണ് സോനം വാങ്ചോക്ക് പറയുന്നത്. പക്ഷേ ഇത് തെറിപ്പിച്ചതാണ്. ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ഈ പൊട്ടിത്തെറി എങ്ങനെ ഉണ്ടാകുക? വെറുതെ പൊട്ടിത്തെറി. ലിയോ അങ്ങ് പൊട്ടിത്തെറിച്ചൂടെ? ലിയോൻ്റെ ശരീരത്തിൽ ഞാൻ കുറച്ച് RDX ഒക്കെ കെട്ടി വെച്ചിട്ട് തീ കൊടുക്കുമ്പോൾ അല്ലേ വട്ടരാമത്ത് വരെ പൊട്ടിത്തെറിക്കുള്ളൂ. അതെ, പൊട്ടിത്തെറിച്ചതാ. ആര് പൊട്ടിത്തെറിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം. കവീന്ദർ ഗുപ്ത, ലഫ്റ്റനന്റ് ഗവർണർ, പറയുന്നത് ഇത് കരുതിക്കൂട്ടി ഏറെ ദിവസത്തെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്, വയലൻസ് ഉണ്ടായതെന്നാണ് പറയുന്നത്. വിദേശ ഫണ്ട് ഈ വിദേശ ഫണ്ട് എങ്ങനെ വരികയെന്ന് വെച്ചാൽ, ഇപ്പം ഉദാഹരണമായിട്ട് ഇവിടെ ഒരു വിയോജിപ്പുണ്ട് ജനങ്ങൾക്ക്. ചിലപ്പോൾ അത് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യും, ചിലപ്പോൾ ഗവൺമെൻറ് ഒരു കാരണവശാലും അഡ്രസ്സ് ചെയ്യില്ല. അപ്പം പൗരത്വ നിയമം പോലെയുള്ള. അപ്പോൾ ഇവരുടെ ഈ ഫണ്ട് സ്വീകരിക്കുന്ന ആൾ, ഇപ്പം ഞാനൊക്കെ ഞാൻ സ്റ്റുഡൻ്റായ സമയത്ത് എന്നെപ്പോലുള്ള പയ്യന്മാരൊക്കെ ആയിരിക്കും ഈ താഴെ ഉണ്ടാവും. ഞങ്ങൾ ആദർശത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. ഞങ്ങളെ പിന്നാലെ ഞങ്ങളെ നയിക്കുന്ന ചിലവന്മാരുണ്ടാവും. ഇവന്മാരായിരിക്കും ഞങ്ങൾ ആചാര്യന്മാർ. ഇവന്മാർ ആര് എന്തെങ്കിലും നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഇവന്മാരിങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോകും. അപ്പോൾ ഇവന് വല്ല മാഗസസ് അവാർഡും അതും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആളുകളെ സെലിബ്രിറ്റികളാക്കി വെക്കുക. എന്നിട്ട് ഇവൻ നമ്മളോട് പറയും നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കണം. അപ്പോൾ അതിന് ഇവനോട് മറ്റുള്ളവരെന്താ പറയുമെന്ന് പറയോ? നമുക്കറിയാം മോഡി പഴുത്ത നിയമത്തിൽ മോഡി മാറ്റൊന്നും വരുത്താൻ പോകുന്നില്ല എന്നറിയാം. അപ്പോൾ എന്താ, നിങ്ങൾ തെരുവുകൾ കീഴടക്കണം, അതിനനുസരിച്ച് നിങ്ങൾ ഫണ്ട് തരുള്ളൂ എന്ന് പറയും. ഇവന്മാരത് നിങ്ങൾ സമരത്തിൽ. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിംസ് മൊത്തം സമരത്തിൽ ഇറങ്ങി. നമ്മൾ മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിൽ ഇറങ്ങിയല്ല. അവർക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സും അതൊക്കെ പൊളിറ്റിക്സിൻ്റെ പ്രശ്നമാണ്. ഈ NGO-കൾ, ഇങ്ങനെ ചെറിയ സമുദായ സംഘടനകളുടെ സമരത്തിൽ പ്രധാനപ്പെട്ടാണ്. അവർക്കറിയാം മോഡി ഇത് അഡ്രസ്സ് ചെയ്യില്ല എന്നറിയാം.